അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ എയിം പ്ലസ് ഇൻ്റർനാഷണൽ ചെയർമാൻ ജനാബ് അഷ്റഫ് സാർ, മറ്റ് അതുമായി ബന്ധപ്പെട്ട എല്ലാവരും എല്ലാ അർത്ഥത്തിലും നന്ദിയും കടപ്പാടും വളരെയുണ്ട്. പ്രത്യേകിച്ചും MBBS വളരെ അങ്ങേയറ്റം മോഹത്തോടെ ഇരിക്കുന്ന മാന്യ രക്ഷിതാക്കൾ, അതുപോലെ അതിനേക്കാൾ ഉപരി നീറ്റ് ധാരാളം പലവട്ടം ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്ത കുട്ടികൾ അവിടെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ മോള് ഈ പറഞ്ഞ പോലെ 2 വട്ടം നീറ്റ് എഴുതിയതാണ്. ദൗർഭാഗ്യവശാൽ ലഭിച്ചില്ല. അതിപ്പോൾ സർവ്വസാധാരണയാണല്ലോ. വിദേശ MBBS കൺസൾട്ടൻറ്റുമാരുമായി ബന്ധപ്പെട്ട് ഒരു 3 മാസത്തിൻ്റെ അപ്പുറമായി. പലവരും നിരന്തരം ഇന്നലെ രാത്രി പോലും വിളിച്ചു. അങ്ങനെ ഈ പല കൺസൾട്ടന്റുമാർ വീട് ഒരു 1 2 3 പേര് വീടുകൾ വരികയും ചെയ്തു. അങ്ങനെ നിരന്തരം പലരും വിളിച്ചു. പക്ഷേ ഞാൻ ആകെപ്പാടെ ഒരു 3 മാസം ഏകദേശം അഷ്റഫ് സാറുമായിട്ട് ബന്ധപ്പെട്ട്, അതിനേക്കാളപ്പുറം അതിൻ്റെ ഓഫീസ് കോഴിക്കോട് നിന്ന് വിളിച്ചു, അതുപോലെ ആയൂരിൽ നിന്ന് വിളിച്ചു. ഇങ്ങനെ വിളിച്ചപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഫസ്റ്റിലെ നിയ്യത്ത് ചെയ്തത്, ഞാൻ കരുതിയത് എയിം പ്ലസ് ഇൻ്റർനാഷണലാണ്. എന്തുകൊണ്ടെന്നാൽ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. കാരണം എയിം പ്ലസിൻ്റെ മാതിരി എനിക്ക് ഈ നിലവിൽ ഞാൻ ബന്ധപ്പെട്ട ഫേസ്ബുക്ക് വഴിയാണ്. പക്ഷേ എയിം പ്ലസിൻ്റെ മാതിരി നമുക്ക് വിശ്വസിച്ച് പോകാൻ പറ്റിയ ഇന്ന് വരെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് മറ്റൊരു കൺസൾട്ടൻ്റ് ഇല്ല. കാരണം ഏതൊരു കുട്ടിയുടെയും ഏതൊരു രക്ഷിതാക്കളുടെയും എല്ലാ അർത്ഥത്തിലും അവിടെ സാമ്പത്തികവും അവിടെ അവസ്ഥയും എല്ലാം മനസ്സിലാക്കി നീങ്ങുന്ന പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എയിം പ്ലസ് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ വിലയിരുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതങ്ങനെ തന്നെ ആക്കിത്തരട്ടെ. ആമീൻ. ഇന്ന് പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ കസാക്കിസ്ഥാനിൽ തന്നെ അവരുടെ കുടുംബം ഫാമിലിയായിട്ട് അവിടെ തന്നെ കഴിയുന്നു. അതുപോലെ തന്നെ ഹോസ്റ്റൽ അവിടെ തന്നെ എപ്പോഴും ഒരു പെൺകുട്ടിയെ ആൺകുട്ടികളെന്തോ ആവട്ടെ, ഒരു പെൺകുട്ടിയെ വിദേശ രാജ്യത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ കൺമുമ്പിൽ നിന്ന് മറ്റൊരു ഈ സ്റ്റേറ്റ് വിട്ട് പറഞ്ഞയക്കുന്നത് വളരെ വിഷമമുണ്ട്. നമ്മുടെ കൺമുമ്പിൽ നിന്ന് തന്നെ നമ്മുടെ മക്കളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുമ്പോഴുള്ള വിഷമം, പ്രയാസം ചില്ലറയല്ല. ഇത് നമ്മൾ എല്ലാ അർത്ഥത്തിലും വിശ്വസിച്ച് പറഞ്ഞയക്കാൻ പറ്റും. ഞാൻ പല പ്രാവശ്യവും വിളിക്കുമ്പോൾ അഷ്റഫ് സാറിൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യം, എൻ്റെ മോളാണ്. അപ്പോൾ അതിനൊരു വിഷയമില്ല ഉസ്താദ്, നമുക്ക് എല്ലാ അർത്ഥത്തിലും ഉസ്താദ് എങ്ങനെ ഈ മക്കളെ സംരക്ഷിക്കും അതുപോലെ തന്നെ നമ്മൾ ശരിക്കും നോക്കും, പരിരക്ഷിക്കുമെന്ന് വളരെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതങ്ങനെ തന്നെയാവും. അത് എല്ലാ അർത്ഥത്തിലും ഇത് ദീർഘനാൾ പ്രവർത്തിക്കുവാനും മക്കളെ വേണ്ടതുപോലെ പരീക്ഷിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ നേരുന്നു. അതുപോലെ നിങ്ങളെല്ലാവരും നമ്മുടെ മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, ഈ സ്ഥാപനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രത്യേകം എപ്പോഴും പ്രാർത്ഥിക്കണം. നമ്മളെല്ലാവരുടെയും ഒരാഗ്രഹമാണ് നമ്മുടെ കുടുംബത്തിലൊരു ഡോക്ടർ ഉണ്ടാവുക, അതുപോലെ FMG, അതൊക്കെ വലിയ കടമ്പകളാണ്. അതൊക്കെ പറഞ്ഞു. പക്ഷേ ഏത് പരീക്ഷയ്ക്കാലും ഇപ്പോൾ നാട്ടിലായാലും ഇപ്പോൾ ഈ നാട്ടിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് നമ്മൾ ഡോക്ടർ പോകുമ്പോൾ അവിടുത്തെ പരീക്ഷ എഴുതണം, അത് പാസ്സാവണം, എന്നാലാവണം ഡോക്ടറായിട്ട് അവിടെ ജോലി ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞ പോലെ തന്നെ ഏത് രാജ്യത്തിനും അതിൻ്റെ നിയമങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അതെല്ലാ കടമകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മക്കളെ കൊണ്ട് വിജയിപ്പിക്കും. അത് വിജയിപ്പിക്കുവാനുള്ള എല്ലാ അർത്ഥത്തിലും അത് നമ്മുടെ അഷ്റഫ് സാഹിബിൻ്റെ ഗൗരവത്തിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, വിശ്വസിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കട്ടെ. ആമീൻ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.